കുവൈറ്റ് വർക്ക് ചെയ്യുന്നൊരു നായർ സമുദായ അംഗത്തോട് പറഞ്ഞു, ഇവിടെ NSS-ലൊക്കെ ഉള്ളവർ തന്നെ ഒരു പാവം പയ്യനാണ്, അവരുടെ അടുത്ത് ജോലിയൊക്കെ പോയി, ചേട്ടാ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൂടെ, എൻ്റെ വണ്ടി ഓടിക്കാൻ നിന്ന പയ്യനായിരുന്നു, ചേട്ടാ അവിടത്തെ കൊണ്ടുപോയി, എനിക്ക് വയ്യാവ ഇവിടെ വന്നാൽ പിന്നെ മെനക്കേട്, പിന്നെ അവൻ എന്തെങ്കിലും തൊല്ല ഉണ്ടായ പിന്നെ അവൻ എന്നെ വന്ന് കാണും, എന്തിന് ഞാൻ വെറുതെ ബുദ്ധിമുട്ടെടുക്കുന്നത്. ഈ ആറ്റിറ്റ്യൂഡ് ഹിന്ദുക്കൾക്ക് വരുന്ന ഹിന്ദുക്കളുടെ പ്രശ്നമല്ല, ഞങ്ങളുടെ വളർത്തലിൻ്റെ പ്രശ്നമാണ്. അത് കൺവിൻസ് ആകാൻ വേണ്ടി ഒരു പോയിന്റും കൂടെ പറയാം. മോഹൻലാലിൻ്റെ നല്ലൊരു ശതമാനം സിനിമകൾ എടുത്ത് നോക്കിയോളൂ. മോഹൻലാൽ സാർ എനിക്കന്ന് ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് സിനിമയുടെ കഥ എന്താണെന്നറിയാം, ഒരു നായകൻ്റെ അമ്മാവിയുടെ മോൻ അല്ലെങ്കിൽ അമ്മാവൻ്റെ മോനാണ് വില്ലൻ. ഇവർ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം നടത്താൻ വരും. അവസാനം നായകൻ സ്വന്തം അമ്മാവിയുടെ മോനെ കൊന്നിട്ട് അമ്പലത്തിൽ ഉത്സവം നടത്തും. ഇതാണ് നല്ലൊരു ശതമാനം കഥ. ഇവരെല്ലാം ഒരേ ബന്ധുക്കൾ, ഒരേ കുടുംബത്തിലുള്ള, ഒരാൾ അമ്മാവിയുടെ മോൻ, ഒരാൾ അമ്മാവൻ്റെ മോൻ. മറ്റേ മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടായിരുന്നില്ല, ഇട്ടിക്കണ്ടപ്പൻ എന്ന് വിളിക്കുന്ന വലിയേട്ടൻ, മമ്മൂട്ടിയുടെ അമ്മാവന്റെ മോനായ സായികുമാറിനെ കൊന്ന് അമ്പലത്തിൽ ഉത്സവം നടത്തുന്നു. മോഹൻലാൽ തിരിച്ചു വന്ന് മോഹൻലാലിന്റെ അമ്മാവന്റെ മോനായ മുണ്ടക്കൽ ചേരനെ കൊന്ന് ഉത്സവം. ഇത് തന്നെയാണ് കഥ, വേറെ എന്താണ് കഥ? ഈ കഥ